നിമിഷം മതിയൂട്ടി പറിച്ചതോ? എന്തൂരാ പറിക്കുന്നത്? ഇഷ്ടം പോലെ ഉണ്ട് ചാ, നോക്കിയേ. പറിക്കാതിരിക്കും. ഞങ്ങളൊരു ചെറുത്തോട്ടത്തിൽ കുറച്ച് ചെറികൾ പറിക്കാൻ വന്നതാണ്. അതെ, നമ്മുടെ വീട് ഏകദേശം ഒരു 1.5 മണിക്കൂർ ട്രാവൽ ചെയ്ത് നമ്മൾ വന്നതാണ് കേട്ടോ. നമ്മൾ എല്ലാ കൊല്ലം വരാനുള്ള കഴിഞ്ഞ കൊല്ലം യാച്ചനും അമ്മയൊക്കെ ഉണ്ടായിരുന്നു. അതിന് മുന്നത്തെ കൊല്ലം പപ്പയും മമ്മിയും എല്ലാം ഉണ്ടായിരുന്നു. ഇതുണ്ടോ ഒരുത്തിനെ കണ്ടോ മീര? ഇതിനടി ഇത് കഴിച്ച് മിറം മടുത്തിട്ട് അവസാനം ചെറിയ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ സ്ക്വീസ് ചെയ്യുവാണ് കേട്ടോ. ഇതാണ് കേട്ടോ, കാണാത്തവർക്ക് വേണ്ടിയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ചെറി. ഞാനൊക്കെ നമ്മുടെ ചെറി എന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടില് വണ്ടി മേളിലൊക്കെ വെക്കുന്ന സാധനം. അത് ശരിക്കും ചെറിയല്ല, പച്ച കളർ സാധനമാണ്. അതിനെ ഇങ്ങനെ മധുരത്തിനകത്തിട്ട് അങ്ങനെ എന്തോ ആണ്. ശരിക്കും ഇതാണ് നാട്ടിലത്തെ ചെറിയ ആയിരിക്കും കേട്ടോ. ഇതാണോ ഞങ്ങള് 2 ബക്കറ്റ് നിറച്ചും പറിച്ചു. കുറച്ച് നാട്ടിൽ കൊണ്ടുപോകാനായിട്ട് അല്ലേ? നാട്ടിൽ പോകുമ്പോഴും കുറച്ച് ചാച്ചനും അമ്മയ്ക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് അവർക്കും കുറച്ച് കൊണ്ടേ കൊടുക്കണം. പപ്പയ്ക്കും മമ്മിക്കും ഭയങ്കര ഇഷ്ടമാണ്. ഈ പപ്പയുടെ ആളാ. പപ്പയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെറി. നമുക്ക് ഫ്രീസ് ചെയ്ത് വെക്കാം അല്ലേ? അങ്ങനെയൊക്കെ നമ്മൾ പ്രതീക്ഷിക്കും, നമുക്ക് അറിയില്ല. നോക്കാം. മരങ്ങൾ കണ്ടോ നിങ്ങൾ? ദൂരം മരങ്ങളാന്ന് നോക്കി. ഇതിൽ നിറച്ചും ചെറികളാണ് കേട്ടോ. നമുക്ക് ഇഷ്ടം പോലെ വന്ന് പറിക്കാം, ആവശ്യത്തിന് വന്ന് പറിക്കാം. നമുക്ക് അൺലിമിറ്റഡ് ആണ് കേട്ടോ. പറിച്ച് നമ്മൾ തിന്നുന്നതിന് നമുക്ക് ഒരു പൈസയും കൊടുക്കണം കേട്ടോ. അതുപോലെ നമ്മളിപ്പോ ചെറി പിക്ക് ചെയ്തപ്പോ നമ്മൾ ഇതുപോലെ ഇതിപ്പോ നമ്മൾ വീട്ടിൽ കൊണ്ടുപോകാൻ പോവാം. അപ്പൊ അവരത് തൂക്കും. ഇതിന്റെ വെയിറ്റ് നോക്കിയിട്ട് അതിനൊരു ചെറിയ ചാർജ് എത്ര $5-6 വെച്ച് ചെറിയൊരു ട്രോളി ഇങ്ങനത്തെ ഒരു ട്രോളിയും എടുത്തിട്ടുണ്ട് നമ്മള്. കാരണം ഇത് രണ്ടും നമുക്ക് പൊക്കിക്കൊണ്ട് പോകണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഇതൊക്കെ തീർന്നോളൂ. ഞങ്ങൾ വന്നപ്പോൾ ശരിക്കും വേറെ ഇത് ഇന്നത്തെ ഇവിടുത്തെ ലാസ്റ്റ് ഡേ ആണ് കേട്ടോ. സത്യം ഇന്നുകൂടെ ഉള്ളു. ഇനി ചെറിയില്ല ഇവിടെ നമ്മുടെ ഏരിയയിലില്ല. ന്യൂ സൗത്ത് വെയിൽസിൽ ഇനി ചെറി പ്ലിക്കിംഗ് ഇല്ല കേട്ടോ. അപ്പം ഞങ്ങൾ ഏതായാലും സോർട്ട് ചെയ്തോണ്ടിരിക്കുക. സോർട്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം പയ്യെ വിട്ടേക്കാട്ടോ. ഇനി നമുക്ക് ഇവിടെ ഇവരുടെ മെയിൻ ഓഫീസ് ഉണ്ട്, അവിടെ കൊണ്ട് ഇത് കൊടുത്തു കഴിയുമ്പോൾ കയ്യിലൊക്കെ ഞാൻ മരത്തേലൊക്കെ മാന്തി കയറി കേട്ടോ. എന്നിട്ട് എന്റെ ഇതൊക്കെ കണ്ടോ ഭയങ്കര പാട്. പോറലൊന്നല്ലേ, അതുപോലെ കയ്യിലെ കളറൊക്കെ കണ്ടോ. നമുക്ക് പയ്യെ പോയേക്കാം, അങ്ങോട്ട് മൂവ് ചെയ്യാം. പഴം പറിച്ച് കൈയിട്ട് പീച്ചിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് മറ്റേ കുരങ്ങനെ മുക്കിപ്പൊടി കൊടുത്തു അല്ലേ? അവള് കഴിച്ചു, ഇഷ്ടം പോലെ കഴിച്ചു, വയറൊക്കെ നിറഞ്ഞു. ഇത് കണ്ടു. ഇതിന് എവിടെ പോയി കഴിവും മീറ? ആ പുല്ല് തുടച്ച് താഴെ പുല്ല് തുടയ്ക്ക്. ഇവളുടെ ചെറിയുടെ ഡ്രസ്സ് ഇട്ടുകൊണ്ട് വന്നോ കാര്യം പറഞ്ഞ. എന്റെ ഡ്രസ്സിലായിട്ടോ അത്യാവശ്യം. കൊച്ചിനെ പറഞ്ഞിട്ട് കാര്യമില്ല, എന്റെ ഡ്രസ്സിൽ എന്റെ കയ്യിൽ നിറച്ച് കളറാട്ടോ. അതിന് ഒരു ഗുണം എനിക്ക് തോന്നുന്നു, എല്ലാം നല്ല ഫ്രഷ് ആണ്. കഴിഞ്ഞ ടേസ്റ്റ് ഉണ്ട് ഭയങ്കര ടേസ്റ്റ്. ഈ പ്രാവശ്യം നമുക്ക് ഇച്ചിരി മധുരം കുറഞ്ഞു. ഇപ്രാവശ്യം ഞങ്ങളുടെ ചെറിയ കഴിഞ്ഞ മഴ വീഴ്ച കൂടുതലായതുകൊണ്ട് ഇച്ചിരി വെള്ളച്ചൊക്കെ ഉണ്ടാവും. ഇപ്രാവശ്യം നല്ല മധുരം ചെറിയ കേട്ടോ. ഭയങ്കര ഇഷ്ടാട്ടോ. ഞാൻ നേരത്തെ ഓർമ്മ കൊടുത്തേ, പെട്ടെന്ന് അത് ഫുള്ളായിട്ട് അവന് വായ്പ. പിന്നെ നോക്കുമ്പോൾ മറ്റേ കടുമുട കുരു കടിച്ചു പൊടിക്കുക. എനിക്ക് ഒരു പ്രശ്നം മതി, കുരു മാത്രം ഒരു പ്രശ്നം, അല്ലെങ്കിൽ നമുക്ക് ഫുള്ളായിട്ട് അങ്ങ് കഴിക്കാറുണ്ട്. എന്നാ നിനക്ക് കുരു എടുത്തിട്ട് ഇത് മാത്രം തരാടി. നമുക്ക് കുറച്ച് വൈൻ ഇടണം കേട്ടോ. കുറച്ച് വൈൻ ഇടണം കേട്ടോ. ഒരെണ്ണം കൂടെ പറിച്ചാലും തോന്നുന്നു. സത്യം പറഞ്ഞാൽ ഒരു ബക്കറ്റ് കൂടെ മേടിക്കായിരുന്നു തോന്നുന്നു അല്ലേ? ഇതാണ് കേട്ടോ സാധനം. ഇതുണ്ടോ, ഇതൊന്നും ചെയ്യേണ്ട കാര്യമില്ല, നേരെ ഇങ്ങനെ എടുക്കാം. എന്നാ മധുരം, സൂപ്പർ മധുരം. കുരു മാത്രം നിമിഷം പറഞ്ഞാല് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. ഇവിടെയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അങ്ങോട്ടൊക്കെ ഈ ബ്രൗൺ കളറിൽ കാണുന്നതാണ് ഇവിടെ ഏറ്റവും നല്ല മധുരമുള്ളത്. അങ്ങോട്ടൊക്കെ നിൽക്കുന്നത് ട്രോളി അങ്ങ് തള്ളുക, ഞാൻ ഇവനെ തള്ളിക്കോളാം. ഓക്കെ മിറ മോളെ, ആ അത് കണ്ടോ എല്ലായിടത്തും ആക്കിയിട്ടുണ്ട് മിറ. ഈ ഇലയിൽ ഇങ്ങനെ തുടങ്ങി തന്നെ. സമയം 2 മണിയായി അല്ലേ? മിക്കവാറും റീവിന്റെ ഡൈപ്പറിൽ നിന്ന് കുരു കിട്ടാൻ സാധ്യതയാണ്. അടുത്ത ഡൈപ്പർ മാറുമ്പോൾ ആയിക്കോട്ടെ, നീ വിട്ടോ, നീ ഇവിടുന്ന് പോവാം. ഇനിയിപ്പം താമസിക്കണ്ട. അടിപൊളി ഫാം ആയിരുന്നു കേട്ടോ, സൂപ്പർ. ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ 2 പ്രാവശ്യം വിളിച്ച് കാണുവോ അവര് പറഞ്ഞു ഇഷ്ടം പോലെ ഉണ്ട്, പോരാൻ പറഞ്ഞു. ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. പക്ഷെ ഇത് പേരാട്ടോടി. അതെ അതെ അതെ, പേർ നിപ്പുണ്ടേ. ഇതാണെങ്കിൽ പറിച്ച് കഴിക്കാത്, പക്ഷെ അത്ര പഴുത്തില്ലാന്ന് തോന്നുന്നല്ലേ? പഴുത്തിട്ടില്ല, പഴുക്കാൻ തുടങ്ങുന്ന ഞാൻ കാണിച്ചു കൊടുക്കുന്നത്. ഇതുണ്ടോ, ചെറുതായിട്ടാവുന്നേ ഉള്ളൂ. ചെറുതാ. അവിടെ ഇത് റെഡ് പേർ ആണ് കേട്ടോ നിമിഷ. അതെ അതെ അതെ, ചുമന്ന പേർ. ഇതൊന്ന് കഴിച്ചു നോക്കണമല്ലോ. ഇത് ഞങ്ങൾ വേറൊരു സാധനം കണ്ടുപിടിച്ചു കേട്ടോ. ആപ്പിൾ ഉണ്ടോ? ആപ്പിൾ നമ്മുടെ വീട്ടിലും ഉണ്ട്. നമ്മുടെ വീട്ടിലുള്ള ആപ്പിൾ ഗ്രീൻ ആപ്പിൾ ആണെന്ന് തോന്നുന്നു. എന്തോ കൊലയ്ക്കും. നമ്മുടെയൊക്കെ വീട്ടിൽ 1-2 നമ്മുടെ വീട്ടിലെ ആപ്പിളിനെ ഒന്ന് കാണിച്ചു കൊടുക്കണം. ഇത് എന്തോ നോക്കി, ഇവരെന്നല്ലേ ഇതിന് വളവിടുന്ന പോലെ. ഈശോയെ, ഇതുണ്ടോ എന്തോരം കാണാൻ പോലും പറ്റത്തില്ല. ഇലയുടെ അതേ നിറത്തിലല്ലേ ഈ കാണുന്ന മരം നിറച്ചും. ആപ്പിൾ നമുക്ക് പറിക്കാൻ പറ്റില്ല, ആപ്പിൾ പഴുത്തില്ല. ഇത് ഉണ്ടോ ആപ്പിൾ ഉണ്ടോ? പിന്നെ ആപ്പിളാ ഇതെല്ലാം ഈ ഇലയുടെ പുറകിലാണ് കേട്ടോ. ഫെബ്രുവരി മാർച്ചിലാട്ടോ സീസൺ.
ഇതാരും ഇത് റീവിന്റെ മോഹം കണ്ടോ? ചെറിയ കഴിച്ച് വരുത്തിന്റെ മുഖം ഇരിക്കുന്ന കേട്ടോ. അതെ. നിങ്ങളൊരു കാര്യം ചെയ്യാം, വണ്ടിയിൽ കയറിയിരുന്നു, വണ്ടിയോട് തൊട്ടടുത്താ, ഞാൻ പോയി ചെറി മേടിച്ചോണ്ട് വരാം. ഇത് അവിടെ കൊണ്ട് തൂക്കി പൈസ കൊടുത്തിട്ട് വരാം കേട്ടോ. ഓക്കെ ഓക്കെ. അതുപോലെ നമ്മൾ വേറൊരു സാധനം കണ്ടുപിടിച്ചോ, ഫിഗ്. അത്തിപ്പഴം അല്ലേ? അത്തിപ്പഴം. ഫിഗ് ഇത് നമ്മുടെ വീട്ടിലുണ്ട് കേട്ടോ. ഇതുപോലെ ഇത്ര വലുതായില്ല, കൊരനേ ഉള്ളൂ കേട്ടോ. ഇത് കണ്ടോ എന്തോരം കായാന്നൊക്കെ ഇതിനകത്ത്. ഇതൊന്നും പഴുത്തില്ല. നമുക്ക് തൽക്കാലം ഇത് മാത്രം പറിക്കാനുള്ള പെർമിഷൻ ഉള്ളൂ. ഏതാ നമ്മുടെ ചെറി, അത് മാത്രമേ പറിക്കാറായിട്ടുള്ളൂ. ഉടക്കം നിൽക്കുന്നുണ്ട്. അതൊക്കെ വലിയ തോട്ടം കേട്ടോ ശരിക്കും. അവിടെ ഒരു ചെറിയ ലേക്കും ഉണ്ടല്ലേ. ഇവർക്ക് ഒത്തിരി സ്ഥലം ഉണ്ടല്ലേ. റോസ് ഫാം എന്നാണ് കേട്ടോ ഇതിന്റെ പേര്. ഓറഞ്ചിൽ നിന്ന് ഒരു 10 മിനിറ്റ്, നമ്മുടെ വീട്ടിൽ നിന്ന് ഏകദേശം 1 മണിക്കൂർ, 1.5 മണിക്കൂർ ദൂരമുണ്ട്. അങ്ങനെ നമ്മൾ ഔസേപ്പിന്റെ അടുത്തെത്തി കേട്ടോ. ഔസേപ്പേ ഒന്ന് തുറന്നതാ. ഞങ്ങൾ തളർന്നു. ചെറിയ അടുത്ത് ഇതുപോലെ അടുത്ത് വണ്ടി ഇട്ട് കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോട്ടെ. പക്ഷേ നമ്മളെ പണി കാണിക്കില്ല. നമ്മൾ ആ പുള്ളി കൊണ്ടുപോകുന്ന ബോക്സിലാക്കിക്കൊണ്ട് പൈസ കൊടുക്കണം കേട്ടോ. അതിന് നമ്മള് ജസ്റ്റ് ഒന്ന് കൈ ഇടുകാനും പിള്ളേരെ വണ്ടി എടുത്താലും. എനിക്കൊന്ന് കൈ ഒന്ന് നന്നായിട്ടൊന്ന് നമുക്ക് വൈപ്പ് ചെയ്യാം. വെള്ളം ഇരിപ്പുണ്ട്, എടുത്തോ. ബാക്കിയിരിപ്പുണ്ട്. ഇവിടെ ആ കുളത്തിൽ കൊണ്ടാ മുക്കാറുന്നു. സത്യം. നമുക്ക് നോക്കി അവിടെ എല്ലാം തേച്ചു. ഇവിടെ വെച്ച് എന്താ ക്രീമാന്ന് വിചാരിച്ചു. മേല് കൈയൊക്കെ നമ്മൾ സാധാരണ ക്രീം തേക്കണ പോലെ ഫുള്ള്. ഷോ യുവർ ഹാൻഡ്സ്. ക്ലീൻ ആയോ? യു ക്ലീൻ നൗ? എന്ത് വെച്ചാ 3 പെട്ടി വാങ്ങിച്ചിട്ടുണ്ട്. ഇവിടെ നിമിഷം പറഞ്ഞു ഒരു ചെറി പോലും വാങ്ങിക്കാതിരിക്കരുതെന്ന്. എനിക്ക് ആ പാടെ 2-3 കിലോ മതി തന്നായിരുന്നു. പക്ഷെ മേടിച്ചപ്പോ ലാസ്റ്റ് 11 സംതിങ് കിലോ ഉണ്ടായിരുന്നു. $90. ഒരു കിലോക്ക് $8 വെച്ചാണ് കേട്ടോ. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് നാട്ടിൽ കൊണ്ടുപോകാം. പിന്നെ വൈൻ ഇടണം. പിന്നെന്താ, നമുക്ക് ഫ്രണ്ട്സിനൊക്കെ കുറച്ച് കൊടുക്കണം. കടയിലൊക്കെ പോയി മേടിച്ചു കഴിഞ്ഞാൽ 1 കിലോക്ക് എത്ര? $15. അതിപ്പം കഴിയുമ്പോ നല്ല വില കൂടും. $8 ആരും തരത്തില്ല. സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ചാൽ $15 കിലോയ്ക്ക്, 1 കിലോയ്ക്ക്. അതിനുവേണ്ടി നമ്മൾ 150 കിലോമീറ്റർ വണ്ടി ഓടിച്ചു വന്ന് കിലോയ്ക്ക് $8 ഒരു നഷ്ടമില്ല. പക്ഷെ കൊള്ളാട്ടോ, ഇത് നല്ല ഫ്രഷ് ചെറിയ നല്ല ടേസ്റ്റോടുകൂടി നമുക്ക് കഴിക്കാൻ പറ്റും കേട്ടോ. ഇവനെ നമുക്ക് പയ്യെ വണ്ടി കയറ്റാം, നിങ്ങൾക്ക് പയ്യെ വീട്ടിലേക്ക് പോയേക്കാം അല്ലേ? വേറെ പരിപാടിയൊന്നും ഇല്ല. അങ്ങനെ 3 പെട്ടി ചെറി സത്യം കേട്ടോ. കൈയും വീശി ഇതിവിടെ കുപ്പിക്ക് വെച്ചാൽ. അങ്ങനെ അവസാനം ഞങ്ങൾ 3 പെട്ടി കൊള്ളിക്കാൻ പറ്റുമോ? കൊള്ളിക്കാൻ പറ്റുമോ? അതിന് മണ്ട വെക്കാൻ പറ്റില്ല. ഇതൊന്നും ഇതായി ഒന്നും പോകുന്നില്ലല്ലോ, ഞെങ്ങി പോകുന്നില്ലല്ലോ അല്ലേ? ഇവിടെ ഞാനിപ്പോൾ വന്നപ്പോൾ കണ്ട ഒരു കാര്യമാണ് കേട്ടോ. ഇവിടുത്തെ ഫാമിലി ആൾക്കാർ ഇങ്ങനെ വണ്ടിയിൽ റോന്തി കുത്തുന്നുണ്ട്. നമ്മുടെ കുറച്ച് ഇന്ത്യക്കാർ മാത്രമേ ഉള്ളൂ കേട്ടോ. റബ്ബിഷ് നമ്മുടെ ടിഷ്യൂ അത് ഇതൊക്കെ വലിച്ചെറിയുന്നത്. അപ്പോൾ അവരിങ്ങനെ പറയാണ് അവരോട് അതും കൂടെ എടുത്തുകൊണ്ട് പോകണം. എന്ത് മോശം കാര്യമല്ല. നമ്മുടെ ഈ വേറൊരു നാട്ടിൽ വന്നിട്ടും നമ്മുടെ നാട്ടിലോ നമ്മൾ അനുസരിക്കില്ല, വേറെ നാട്ടിൽ വന്ന ആരെങ്കിലും നമ്മൾ അനുസരിക്കണം. അവര് പെട്ടെന്ന് കൈയൊക്കെ കഴുകിയിട്ട് കൈ തുടച്ചിട്ട് നേരെ താഴേക്ക് ഇടുന്നു. നമ്മൾ മാക്സിമം നാട്ടിലാണെങ്കിലും നമ്മളൊരു തുണ്ട് കടലാസ് താഴെ ഇടരുതിട്ടോ. പോയാലോ വെയിൽ കൂടി വരുന്നുണ്ട്. നീ ഓടിച്ചോ. ഇവിടുത്തെ റോഡ് ഇച്ചിരി കുഞ്ഞു റോഡ്. ഇവിടുന്ന് അവിടെ വരെ എത്തിച്ചേരാം. കാരണം ഒട്ടും സ്ഥലമില്ല ഈ വണ്ടി എങ്ങനെ ഇടയ്ക്കെങ്ങനെ. കാരണം അപ്പുറത്തൊക്കെ താഴെ ഇറക്കുക. താടിയിലൊക്കെ ഇരിക്കുന്ന തുടച്ചോളാ. ആണോ? അയ്യോ, ഞാൻ അവളുടെ മുഖത്ത് മൊത്തം ഇരിക്കുന്നു. അയ്യോ ശരിയാണല്ലോ. ഈ യക്ഷി വെള്ളം കുതിരില്ല, ചോര പോയോ? ചിപ്സ് തിന്നോ. ഇതേ നമ്മളിപ്പോഴേ പറിച്ചിട്ട് ഇപ്പൊ നമ്മള് 2 ബക്കറ്റ് പറിച്ചല്ലോ. പിച്ചാമ്മ 11 കിലോ ഉണ്ടായിരുന്നു. അപ്പൊ നമുക്കിപ്പം അത് അത്ര വേണ്ട. ബാക്കിയുള്ളത് ഇവിടെയുള്ള ചെയ്യണ വെച്ചാൽ കൊറേ പറിച്ചിട്ട് ബക്കറ്റ് അവിടെ തന്നെ വെച്ചിട്ട് പോകും മരത്തിന്റെ ചോട്ടില്. എന്തിനാ പറിക്കുന്നതെന്ന് അറിയത്തില്ല. നമ്മൾ ആവശ്യത്തിനുള്ള പറിക്കുക, അവിടെ ചെന്നിട്ട് തൂക്കി മേടിച്ചോണ്ട് പോവാ. ഈ വഴി കണ്ടോ, നമ്മൾ ഊട്ടിയിലോട്ടൊക്കെ പോണ കൂട്ടൊരു വഴിയല്ലേ? ശരിക്കും ഈ വഴി വന്നപ്പോ ഞാൻ ഊട്ടിയിലാട്ടോ പഠിച്ചത്, എഞ്ചിനീയറിംഗ് പഠിച്ചത്. അപ്പൊ എനിക്ക് കറക്റ്റ് നമ്മുടെ ഒരു ഊട്ടി വട്ടവട ഫീലിംഗ് ഒക്കെ അല്ലേ? ഇത്രയും വീതിയുള്ളൂ റോഡിനുണ്ടോ? കാണുന്നൊക്കെ ഫാമാട്ടോ. നിങ്ങൾ താഴെ കാണുന്നൊക്കെ ഓരോ ഫാമാ. നമ്മള് ഇങ്ങോട്ട് ഉണ്ടോ മേലോട്ടൊക്കെ എന്തോ റിസോർട്ട് പോലെ എന്തോ അല്ലേ? ഞങ്ങളങ്ങനെ പയ്യെ ഡ്രൈവർ ഒന്ന് മാറി കയറുകയാണ് കേട്ടോ. നിമിഷ നീ ഓടിച്ചോളേ? ഞാൻ ഓടിച്ചോളാം. ഇത് കണ്ടോ എന്തൊരു ആപ്പിളാ. ഈ വഴിക്കെല്ലാം ഇതുപോലെ ഓരോ കൃഷികളാട്ടോ. എന്തുമാത്രം ആപ്പിളല്ലേ? അതന്നെ പോലും മൂടിയിടാത്ത ഇതൊക്കെ മൂടി ഇട്ടിട്ടുണ്ടല്ലേ? ആവാറായില്ലായിരിക്കും. ശരിയാ. സമ്മതിച്ചോട്ടോ, ഇതിനകത്ത് കയറാൻ പറ്റത്തില്ല. മൊത്തം വെയിൽ വെച്ച് മറിച്ച് വെച്ചേക്കുക.
കണ്ടോ വണ്ടിയുടെ പിടിക്കുന്ന സ്ഥലത്തൊക്കെ എല്ലായിടത്തും വണ്ടിയിൽ ചെന്നിട്ട് കഴിയണവരോടെ സത്യം വണ്ടി നല്ല കഴുകി ഈ അടുത്തല്ലേ വണ്ടി കഴുകി കുട്ടപ്പനാക്കി ഇട്ടതാ. ഹലോ റിയൂസേ, ഹലോ ഹലോ കള്ളക്കുറുക്കാ. അതും ചെറിയ ഇതിന്ന് ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുകയാണ് കേട്ടോ കള്ളൻ. ചേച്ചി തന്നെ കാണിക്കണേ. ഏതായാലും നല്ല കാലാവസ്ഥ അല്ലേ നിമിഷം? ഞാനിങ്ങനെ ഓർക്കുമായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ എപ്പോ വന്നാലും ഭയങ്കര വെയിലല്ലേ. ഇപ്രാവശ്യം നല്ല കാലാവസ്ഥ. ഇപ്രാവശ്യം അല്ലെങ്കിൽ ഡിസംബർ 25-ാം തീയതി ഭയങ്കര തണുപ്പായിരുന്നു കേട്ടോ. അതുപോലെ ടാസ്മാനിയയിലൊക്കെ മഞ്ഞും പെയ്തു. സാധാരണ നമ്മുടെ ഇവിടെ ഒരിക്കലും ഓസ്ട്രേലിയ സമയത്ത് ഭയങ്കര ചൂടാട്ടോ. പക്ഷെ ഈ ഡിസംബർ 24, 25, 26 ഒക്കെ അത്യാവശ്യം നല്ല തണുപ്പായിരുന്നു നന്നായിട്ടോ. ടാസ്മാനിയയിലൊക്കെ മഞ്ഞ് വീണെന്നാ പറഞ്ഞത്. മെൽബണിൽ ശരിക്കും വൈറ്റ് ക്രിസ്മസ് ആയിരുന്നു, ആദ്യത്തെ വൈറ്റ് ക്രിസ്മസ് എന്നാ പറയുന്നത്. ചെറിയ റോഡാ, പയ്യെ പോയാൽ മതിയേ. നിമിഷ ഇനി കുറച്ച് ദൂരം കൂടെ ഉണ്ട്. ബോറടിക്കുന്നത്. നീ ഒരു പാട്ട് പാടാവോ? ഒരു സ്നേഹമിത്ര എഴുതാൻ ഇരുൾ മൂടിയാലും എന്നുള്ളിൽ ചെരിയുന്നു താരനിരകൾ തേരിറങ്ങും മുകിലേ മഴത്തൂവലൊന്നു തരുമോ? വാതിലൊക്കെ തുറക്കാൻ നോക്കി ഇരിപ്പുണ്ട്. വെല്ലിംഗ്ടൺ എത്തിട്ടോ. വെല്ലിംഗ്ടൺ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലമാണ്. ചെറിയ ടൗൺ കേട്ടോ. ഇവിടെ ഡബ്ബോയ്ക്ക് ഇവിടുന്ന് ഒരു അരമണിക്കൂർ 35 മിനിറ്റ് ഉണ്ട്. ദൈവ സൈഡായല്ലോടി. നീ പറഞ്ഞു രണ്ടെണ്ണം നല്ല ഉറക്കം. ഇനി ഒരു അരമണിക്കൂർ കൂടെ ഉള്ളു കേട്ടോ. വീടെത്തും. നല്ല ഡ്രൈവാ. അങ്ങോട്ട് ഇച്ചിരി താമസിച്ച് പയ്യ എത്തിയതല്ലേ. എത്ര നാളെ ഒരു ഡ്രൈവിന് പോയിട്ട്. അതുകൊണ്ടാണ് പിന്നെ ഞങ്ങൾ എന്നായാലും എനിക്ക് ഒരു ദിവസം ഒന്ന് ഓഫ് കിട്ടിപ്പോ പോവാന്ന് വിചാരിച്ചു. അങ്ങനെ ഇവിടെ ജയിലുള്ളതുകൊണ്ട് ഈ സ്ഥലം അങ്ങ് എന്താ പറയാ അതപതിച്ചു പോയല്ലേ. പണ്ട് അത്യാവശ്യം നല്ലൊരു ടൗൺ ആയിരുന്നു. പക്ഷെ ഇപ്പൊ കടകളെല്ലാം പൂട്ടി. ഇപ്പൊ എന്റെ ജയിൽ ഇവിടെയാണ് കേട്ടോ. ഞാൻ വർക്ക് ചെയ്യുന്ന ജയിൽ. അതുകൊണ്ട് ഇവര് ജയിൽ ഇവിടെ വന്നേ പിന്നെ തോന്നുന്നു ഈ സ്ഥലം അങ്ങോട്ട് ഒരടിച്ചു പോയി. അതായിട്ട് ബാങ്ക് എല്ലാം ഉണ്ട്. ഇതുണ്ടോ ബാങ്ക്? ഇതാ ലൈബ്രറി. എന്നാ വേണ്ടേ? നിമിഷം ഇതേണ്ട സ്പീഡ് പിടിക്കാൻ കിടക്കുന്നുണ്ടോ? ഞാൻ നിന്നോട് പയ്യെ ഓടിക്കണമെന്ന് പറഞ്ഞ കേട്ടോ. അതെ അതെ അതെ. ഇവിടെ പിന്നെ ഇവര് നേരത്തെ സൈൻ ഇങ്ങനെ വെക്കും കേട്ടോ. അതുകൊണ്ട് അത് കണ്ടു കഴിയുമ്പോഴത്തേക്കും നമ്മള് പയ്യെ അങ്ങ് സ്ലോ ആക്കിയാൽ മതി. നമ്മളങ്ങനെ ഡബ്ബോ എത്തിയിരിക്കുന്നു. പിള്ളേർ രണ്ടുപേരും ചേട്ടൻ റീവിട്ടാ മിരുക്കുട്ടാ ഉറങ്ങിയോ? എങ്ങനെയുണ്ടായിരുന്നു ഉറക്കം? റീവിട്ടാ ഉറക്കം എങ്ങനെയുണ്ടായിരുന്നടാ? നമുക്ക് ഇനി എന്തെങ്കിലും ഫുഡ് മേടിച്ചോണ്ട് പോകുന്ന നിമിഷം. ഇനി വീട്ടിൽ ചെന്ന് ഉണ്ടാക്കാനൊന്നും സമയമില്ലല്ലോ. ബർഗർ മേടിച്ചേക്കാം. പയ്യെ നമുക്കൊരു കുറച്ച് അല്ലെ ടേക്ക് അവേ മേടിച്ചോണ്ട് വീട്ടിൽ പോയി കഴിക്കാം അല്ലെ. ഡബ്ബോ എത്തിയപ്പോ ഞങ്ങള് ആള് മാറി കേട്ടോ. ഞാൻ ഓടിക്കാൻ തുടങ്ങി. ഇനി ക്യാപ്സിലൂടെ കയറി കുറച്ച് ക്യാപ്സി മേടിച്ചിട്ട് പോവാ അല്ലെ. നല്ല ഡ്രൈവ് ആയിരുന്നു കേട്ടോ. തിരിച്ച് പെട്ടെന്ന് എത്തി കേട്ടോ. നീ നന്നായിട്ട് ഓടിച്ചു കേട്ടോ. ഡയറ്റിന്റെ കാര്യത്തിൽ തീരുമാനം. പോപ്കോൺ ഇപ്പൊ വരൂടി. പോപ്കോൺ തരാം കേട്ടാ. പോപ്കോൺ കൊടുക്കും. എന്നാ വേണ്ടേ? പോപ്കോണോ? എന്നാ പോപ്കോൺ ചൂടുണ്ട് കേട്ടോ. അമ്മ ചക്കയ്ക്ക് ചിപ്സ്. റീവിന് ചിപ്സാ ഇഷ്ടം. റീവിന്റെ ചിപ്സ്.
കുറച്ച് പോപ്കോൺ എന്റെ വയറും കൂടെ വെച്ചതാ. തീർക്കാൻ പറ്റില്ല. വിശക്കുന്നു. അങ്ങനെ നമ്മൾ നമ്മുടെ വീട്ടിലെത്തി. വീട്ടിലെത്തിയിട്ട് തരാടാ. നമ്മുടെ നെയ്ബർ ഉണ്ടായിരുന്നെങ്കിൽ പുള്ളിക്കാരിക്ക് ഇച്ചിരി കൊടുക്കാം അല്ലേ? പുള്ളിക്കാരി നമുക്ക് കൊടുക്കും. പുള്ളിക്കാരുടെ വണ്ടി വരുമ്പോൾ നമുക്ക് കൊടുക്കാം. നല്ലൊരു നെയ്ബർ ആട്ടോ ഞങ്ങളുടെ. നല്ലൊരാളാട്ടോ. ഇറങ്ങുന്നില്ലേ കള്ളക്കുഞ്ഞെ? അങ്ങോട്ട് പോകുന്നേ. ചെറി സോർട്ടിങ് തുടങ്ങി കേട്ടോ. നിമിഷ ചെറി എങ്ങനെയാ നീ സോർട്ട് ചെയ്യുന്നത്? ചെറി ഞാൻ വിചാരിച്ചിരുന്നത് ഒത്തിരി പഴുക്കാത്തത് മാറ്റി നല്ല പഴുത്തത് ഒരു സെക്ഷനായിട്ട്. അതായത് കുറച്ച് നമുക്ക് വൈനിടാനും കുറച്ച് നമുക്ക് തിന്നാനും കുറച്ച് നമുക്ക് നാട്ടിൽ കൊണ്ടുപോകാനും പഴുക്കാത്ത നമുക്ക് വേണേൽ പുറത്ത് വെക്കാം. കുറച്ചൊന്ന് പഴുത്തിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കേണ്ട വരും. പക്ഷേ പഴുക്കാത്ത കുറച്ചേ ഉള്ളൂ കേട്ടോ, ഒത്തിരി ഒന്നും ഇല്ല കേട്ടോ. നമ്മൾ കൂടുതലും ഇത് കണ്ടോ, കൂടുതലും നമ്മുടെ പഴുത്തത് തന്നെ. പറ്റുമെന്ന് അറിയത്തില്ല, ഏതായാലും നമുക്ക് ഫ്രിഡ്ജ് വെച്ച് നോക്കാം. പറ്റുവാണെങ്കിൽ നമുക്ക് കൊണ്ടുപോകാം. ഇരിക്കുമോ നമുക്ക് അറിയില്ല കേട്ടോ, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഒരു പ്രാവശ്യം നല്ല അടിപൊളിയായിട്ടോ പാക്ക് ചെയ്ത്. കുറേയൊക്കെ നല്ലൊരു ബ്രൈറ്റ് റെഡിൽ, ഇതൊക്കെ അധികം പഴുക്കാത്ത കേട്ടോ. അതുകൊണ്ട് ഇതൊക്കെ നമുക്ക് മാറ്റി വെക്കാം. നമ്മുടെ ഒരു സെറ്റ് കഴിഞ്ഞു കേട്ടോ. ഒരു പെട്ടി നമ്മൾ സോർട്ട് ചെയ്ത്. ഇനി നമുക്ക് ഇതുപോലെ 2 പെട്ടിയുണ്ട്. ഒരു പ്രത്യേകത, ഇപ്രാവശ്യം നമ്മൾ 2 മരത്തിൽ നിന്ന് പറിച്ച ചെറികളാണ് ഇത്. ഇത്രയും സാധാരണ നമ്മൾ ഇങ്ങനെ നടക്കും കേട്ടോ, ഇങ്ങനെ ചെറിയ ഇങ്ങനെ നടന്ന് കുറെ മരങ്ങൾ പറയും. ഇപ്രാവശ്യം ഞങ്ങൾ ഈ ഒരു 2 മരത്തിൽ നിന്ന് ഞങ്ങൾ പറിച്ചതാണ്. അപ്പുറത്തൂടെ പോയി. അതെ. എന്നിട്ട് ഒരു കാര്യം കേൾക്കണം കേട്ടോ, എന്നിട്ടും അത് നിറച്ച് ഇനിയും കിടക്കും. ഇഷ്ടംപോലെ ആ ഒരു മരത്തിൽ നിന്ന് എന്തോരം ചെറിയാന്നറിയാവോ ഇനിയും കിടക്കും. ഞങ്ങൾ ഇത്രയും പറിച്ചിട്ടും അടിപൊളി. ഇത് വൈനിടാനാണോ? നല്ല പഴുത്തല്ലേ? നല്ല വൈനിടാം. കഴിക്കാനോ വൈനിടാനോ മാറ്റി ആദ്യമായിട്ട് ഞങ്ങൾ വൈനുണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. ഞങ്ങളൊന്ന് ട്രൈ ചെയ്യും. ഞങ്ങൾ ചെറിയ എന്നാൽ നമ്മൾ പോകുന്നുണ്ട്. കാണിച്ചു തരാം കേട്ടോ, റെസിപ്പി കാണിച്ചു തരാം. ഇച്ചിരി ലേറ്റ് ആണ്, എന്നാലും ചെറിയും കൂടെ ഒരു വൈൻ ഇട്ട് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് അല്ലേ? അടിപൊളിയായിരിക്കും. നമ്മുടെ സോർട്ടിംഗ് എല്ലാം കഴിഞ്ഞിട്ടോ. സോർട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ടോ. ഇത് നമ്മള് കഴിക്കാനും പിന്നെ നമ്മൾ ചേച്ചിക്കൊക്കെ പറ്റുവാണെങ്കിൽ കൂടെ. ചേച്ചിയൊക്കെ അടുത്തുണ്ട്, അവരുടെ അടുത്തൊക്കെയാണ്. അവർ പോയോന്ന് എനിക്കറിയില്ല. എന്നിട്ട് പോലെ അവരുടെ അടുത്ത് കൊടുക്കുമ്പോൾ കുറച്ച് കൊണ്ട് കൊടുക്കാം. പിന്നെ ഇത് തന്നെയായിരുന്നു, ഇത് നമ്മൾ വൈനിടാനായിട്ട്. ഇച്ചിരി കൂടുതൽ പഴുത്തല്ലേ? അതെ. പിന്നെ ഇത് അച്ചാറിടാൻ. ഇത് രണ്ടിലും കൊള്ളാത്തല്ലേ, ഇച്ചിരി പച്ചയാണല്ലേ? അതെ, ചെറിയൊരു പച്ചയും എന്നാൽ ചെറുത് മധുരമുള്ളതാണ്. കുറച്ച് മധുരമുള്ള അങ്ങനെ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടൊരു അച്ചാറിടാൻ. പിന്നെ നാട്ടിൽ കൊണ്ടുവരാൻ ഞങ്ങൾ വേറെ വലിയൊരു കവറിനകത്ത് ഇനിയുണ്ട്. അത് ഫ്രിഡ്ജിൽ ഓൾറെഡി എടുത്ത് വെച്ചു കേട്ടോ അല്ലേ? ഫ്രീസറിൽ വെക്കേണ്ട കാര്യമില്ല. കഴിഞ്ഞ നമ്മൾ ഫ്രീസർ വെച്ചിട്ട് അതുകൊണ്ട് ശരിയായില്ല. നമ്മൾ മാക്സിമം ഫ്രിഡ്ജിനകത്ത് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ആവുന്നുണ്ടോ നോക്കാം. ഇത് ഫ്രിഡ്ജിലും കൂടെ വെച്ച് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. ഇപ്പം നമ്മൾ ഈ പായസമൊക്കെ ഉണ്ടാക്കിയിട്ട് പായസം ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് കഴിക്കുമ്പോൾ പ്രത്യേകം. അതുപോലെ തന്നെ ചെറിയ നമ്മൾ ഇപ്പൊ കഴിക്കുന്നതിനേക്കാൾ വിശക്കുന്നുണ്ട്. എന്തോരം നേരം ചെറിയ കഴിച്ച് വയറ് നിറയ്ക്കുന്ന. ഞാൻ ആ ചെയ്യുന്നതിന്റെ ഇടയ്ക്കൊക്കെ ഇഷ്ടംപോലെ നിന്നു. എനിക്ക് നേരത്തെ വിശക്കുന്നുണ്ടായിരുന്നു. അതെ. പക്ഷെ പഴം കഴിച്ചാൽ നമ്മുടെ വിശപ്പ് പോലല്ലോ, കൊതിയല്ലേ തീരത്തുള്ളൂ. അതെ. ബർഗർ കഴിക്കാം. നിമിഷക്ക് കുറഞ്ഞ നാളുടെ ബർഗർ കൊതിയായിരുന്നു. അങ്ങനെ ബർഗർ ഇഷ്ടമാണോ? നല്ലതാണോ? ബർഗർ കഴിച്ചിട്ടാ? അതെ, നല്ല ബർഗറാ. സൂപ്പർ ടേസ്റ്റ് ഉണ്ട് അല്ലേ? കുറെ നാളെ കഴിച്ചിട്ട് അതുകൊണ്ടാണ് ഭയങ്കര ടേസ്റ്റ്. ഞങ്ങളിങ്ങനെ അധികം ടേക്ക് അവേ മേടിക്കാറില്ല. ഇന്നിപ്പോ ഇങ്ങനെ ഒരു ഇതായതുകൊണ്ട് ഞങ്ങൾ വേറെ ഒന്നും ഉണ്ടാക്കില്ല. രാവിലെ അവിടെ ഇറങ്ങിയതാ, 10 മണിയായി ഇറങ്ങിയില്ലേ? അങ്ങനെ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനായിട്ട് മെർക്കോട്ടന് വന്നിട്ടുണ്ട്. മെർക്കോട്ടാ എല്ലാവർക്കും ബൈ പറയാവോ? സബ്സ്ക്രൈബും ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബൈ.